ഏ ഇന്നും അപ്പം തന്നെ. ആ അപ്പാണ്. എന്ത് അല്ല, നിങ്ങൾക്ക് അപ്പത്തിൽ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ? മിക്ക ദിവസവും ഇവിടെ അപ്പാണല്ലോ, എന്നും അപ്പം തന്നെ. അത് പിന്നെ ഇമ്മാക്ക് ഏതായാലും വേണം അപ്പം ഉണ്ടാക്കുക. അപ്പം പിന്നെ ഞാൻ ഒന്നായിട്ടുണ്ട് അപ്പാക്കാന്ന് വിചാരിച്ചു. 2 കടി ഉണ്ടാക്കണ്ടല്ലോ. അപ്പം അതെ, അപ്പം തന്നെ ആയിക്കോട്ടെ എന്ന് എത്തിയത്. അതന്നെ, ഇച്ച അപ്പേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവൾ അപ്പം ഉണ്ടാക്കിയത്. കിട്ടാനുള്ളത് കിട്ടിയില്ലേ? മതിയായില്ലേ? മതി. എനിക്ക് അപ്പം പറ്റൂലെങ്കിൽ അവിടെ പൊടിയുണ്ട് പാത്രത്തിൽ, അടുത്ത് കണ്ടെത്തിയിട്ട് ഉണ്ടാക്കിക്കോ. ആ ഞാൻ ലേശം ചായ കുടിച്ചട്ടെ ആദ്യം. ആ ചായ കാട്ടിക്കാണി, നിങ്ങൾ വേറെ എടുത്തോളി അവിടുന്ന്. റിച്ചാണോ പൂമോളേക്ക് ചായ എടുത്ത ദിവസം കരിയേപ്പിൻ്റെ എടുത്തോണ്ട് കേട്ടോ. ആ ഞാൻ പുറത്തേക്കാണ് പോട്ടെട്ടോ. ഇപ്പേ കാക്കാരൊക്കെ പോയിക്കാണ്ട് വരാം. ആ ഞാൻ പോയി പോരാ. ആ ഞാനൊന്ന് പോയി വരട്ടെ, എല്ലാം ഞാനേ ശരിയാവില്ല. ഓനെ വിളിച്ചല് തുടങ്ങി. ഓല് വിളിച്ചാതെ ഇല്ല. അല്ല കാക്ക, ഇത് ഇവിടുത്തെ മകനാണോ അത് അവിടുത്തെ മകനാ? എന്തേ, എനിക്ക് വല്ല സംശയം ഉണ്ടോ? തേലും കോലങ്ങൾ എടുപ്പിച്ചല്ല സംശയമുണ്ട് ഇത് അവിടുത്തെ മകനാണ് എന്ന്. അല്ലേ, എൻ്റെ കാട്ടിക്കൂട്ടൽ കാണുമ്പോഴേ ഇതെല്ലാം മറന്നിക്കണു. എന്നാൽ ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കൂല്ല. ഇജ്ജ് പോയി എന്നോ? ഇനി ഓള് പറഞ്ഞൊന്നും കണക്കിലെടുത്ത് കുത്തിറക്കണ്ട. ഓളങ്ങനെ പലതും പറയും. ഓക്കത്താ ചെന്നീല എന്നുള്ള പരാതി വേണ്ട, ഒക്കെ കൊണ്ടുകയും ചെയ്തോ കൊണ്ടുപോകാനുള്ളത്. ഇറ്റിങ്ങളൊന്നും എത്ര ഒരാൾക്ക് അനുഭവം കിട്ടിയാലും പഠിച്ചാത്ത സാധനങ്ങളാണ്. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇമ്മയും മകനും കണക്ക് തന്നെ. ഇച്ച് ഒരു ചെയ്തതൊന്നും മറക്കാൻ കഴിയൂല. കരിയേപ്പിൻ്റെ അല്ലേ എപ്പോഴും കൊടുന്നേരം കേട്ടോ. പോയോക്കട്ടെ. ആ പൂമോളെ എളുപ്പം കൊണ്ടേ, ചട്ടി പോകണുണ്ട്. ആ ആയിക്കോട്ടെ. ഓളെയും കുറ്റം പറയാൻ വെച്ച, കാരണം അത് അനുഭവിച്ചവർക്കാണ് അതിൻ്റെ ഇടങ്ങാറ് അറിയുള്ളൂ. അന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇജുവിന്റെ മക്കളും കാരണം എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. 5 മക്കളും നോക്കിക്കോളാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. എത്തപ്പം ഉമ്മ ഇങ്ങനെ ഉത്തർക്കണത്? ഇന്റെ മുതല് ഇന്റെ പെണ്ണുങ്ങൾക്ക് എന്റെ കുട്ടിക്കുള്ളതാണ്, അല്ലാതെ കണ്ട മക്കൾക്കുള്ളതല്ല.
അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. എത്ര മറക്കാൻ നോക്കിയാലും അതൊന്നും എൻ്റെ മനസ്സൊന്നും പോകില്ല. അപ്പം ശരി തന്നെയാണ്. എത്ര നിങ്ങളാ ആലോചിച്ചണത്? അതൊന്നുമില്ല. പൊണ്ണുമ്മ എന്റെ ഷർട്ട് ഇസ്തിരി ഇട്ടുണ്ടോ? ഒന്ന് ഇസ്തിരി ഇട്ടാല്. ഞാൻ ഇപ്പം വരാം. ഞാൻ ഇസ്തിരി ഇട്ടുതരാം. ചായ അടിച്ചോളി. ചായക്കും എത്ര ദോശക്ക് കറി? അത് കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പം തേങ്ങ ഇല്ലല്ലോ. തേങ്ങക്ക് വലിയ പഞ്ചായപ്പളേ. അപ്പം ഞാനത്തെ കാട്ടി തന്നാൽ കുറച്ച് കടല ചൂടാറാൻ വേണ്ടി വെച്ച് കണ്ടേ അത് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചു. ബാക്കിയുള്ള കടലയും ഒക്കെ പാട്ടുകാണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുകാണ്ട് അയക്കാണ്ട് പാർന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കുറുന്നനുണ്ടാവുകയും അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല അപ്പത്തേക്കും തന്നെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത്. ഏതായാലും നിങ്ങളെ പൊടിക്കൈ തിരക്കടിയില്ല. ഈ തേങ്ങക്ക് മഞ്ഞൾ കൊടുത്തൊക്കെ നല്ല ഐഡിയ ആണല്ലേ. ഇതിക്ക് ലേശം വെള്ളം പാർന്ന് കൊടുത്താൽ മതി. തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പാർന്ന് കൊടുത്താൽ മതി. അല്ല കാക്ക, ഈ പർദ്ദ കാക്ക നല്ല കൊണ്ടുവന്ന പർദ്ദ ഇതിൻ്റെ നിങ്ങളെ കയ്യും ഇങ്ങനെ തന്നെയാണോ? ഇതേപോലെ തന്നെയാണോ വരുന്നത്? അങ്ങനെ തന്നെയാണല്ലോ ഇതിൻ്റെ കയ്യും ഇതേപോലെ തന്നെയാണ് വരുന്നത്.